നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു ഉജ്ജ്വല വാർത്തയാണ്. ശശി തരൂരിൻ്റെ നയതന്ത്ര വിജയം, ഒപ്പം ഭാരതത്തിൻ്റെയും. ഏറെ നിർണായക സമയത്ത് പാകിസ്ഥാൻ അനുകൂല പിന്തുണ പ്രഖ്യാപിച്ച കൊളംബിയ തങ്ങളുടെ നിലപാട് തിരുത്തി. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം വിജയം കാണുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വലിയ വിജയം. ഇക്കഴിഞ്ഞ ദിവസം തീപാർന്ന വാക്കുകളിലൂടെ ശശി തരൂർ കൊളംബിയയിൽ ഇന്ത്യയുടെ നിലപാടറിയിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് കൊളംബിയ സ്വീകരിച്ചത്. ഇപ്പോഴിതാ കൊളംബിയയെ മറിച്ചുകൊണ്ട് ശശി തരൂരിന്റെ നയതന്ത്ര വിജയം. ഹൃദയത്തിന്റെ ഭാഷയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂർ കൊളംബിയൻ ഭരണാധികാരികളോട് സംവദിച്ചത്. അത് വിജയം കാണുന്ന കാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നടപടിയിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ മരിച്ചവർക്ക് അനുശോചനമറിയിച്ച് കൊളംബിയ അന്ന് പാകിസ്ഥാന് പിന്തുണയും നൽകി. കൊളംബിയയിലെത്തിയ ശശി തരൂരും സംഘവും പാകിസ്ഥാനെ അനുകൂലിച്ച കൊളംബിയൻ നടപടിയെ ചോദ്യം ചെയ്തു. ഒടുവിൽ വെള്ളിയാഴ്ച കൊളംബിയ പ്രസ്താവന പിൻവലിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായ ഒരു നയതന്ത്ര നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. നയതന്ത്ര യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ മലർത്തിയടിച്ച ഒരു വിജയം. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് പ്രതിനിധി സംഘം കൊളംബിയൻ അധികൃതരുമായി പങ്കുവച്ചത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇന്ന് തങ്ങൾക്ക് ലഭിച്ച വിശദീകരണങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ന് കൊളംബിയൻ ഉപവിദേശകാര്യമന്ത്രി റോസ യോലൻഡ പറഞ്ഞു. കാശ്മീരിൽ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ഇപ്പോഴാണ് കൊളംബിയയ്ക്ക് ലഭിച്ചത്. ഇന്ത്യയുമായുള്ള ചർച്ച തുടരുമെന്നവർ പറഞ്ഞു. ഒപ്പം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധവും. കൊളംബിയൻ മന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അവർക്കൊപ്പം ഇന്ത്യയുടെ MP ശശി തരൂർ. ഇന്ത്യ ഈ നീക്കത്തെ വിലപതിക്കുന്നുവെന്നാണ് ശശി തരൂർ തൊട്ടുപിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന കൊളംബിയ പിൻവലിച്ചതായും ഇന്ത്യയുടെ നിലപാട് അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടതായും ഉപപ്രധാനമന്ത്രി പറഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. കൊളംബിയൻ ബന്ധത്തിന് ഇന്ത്യ ഏറെ വില കൽപ്പിക്കുന്നുവെന്നാണ് തുടർന്ന് ശശി തരൂർ പറഞ്ഞത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സാമ്യവും ഉണ്ടാകില്ല എന്ന് തരൂർ കൊളംബിയയിൽ ആവർത്തിച്ചു. ഈ വ്യത്യാസം അവഗണിച്ചതായി തോന്നിയതുകൊണ്ടാണ് നേരത്തെ കൊളംബിയയുടെ നിലപാടിൽ നിരാശ പ്രകടിപ്പിച്ചത് എന്ന് ശശി തരൂർ തുറന്നു പറഞ്ഞു. തീവ്രവാദികൾക്കും മറുവശത്തെ നിരപരാധികളായ സാധാരണക്കാർക്കുമിടയിൽ ഒരു തുല്യതയും സാധ്യമല്ല എന്നാണ് കൊളംബിയയിലെത്തിയ ശശി തരൂർ തുറന്നു പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരും സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്നവരും തമ്മിൽ സാമ്യമുണ്ടാകില്ല. നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ ഈ വ്യത്യാസം കൊളംബിയ അവഗണിച്ചു എന്നത് മാത്രമാണ് തങ്ങളുടെ നിരാശ. എന്നാൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് കൊളംബിയ പിൻവലിച്ചത് വഴി അവർ ഇന്ത്യയോട് കൂടുതൽ അടുത്തിരിക്കുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. നമ്മുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിനും വേണ്ടി തങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള പ്രതിബദ്ധത കൊളംബിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ഇനിയും ചർച്ചകൾ തുടരുമെന്ന് ശശി തരൂർ പറഞ്ഞു. ഗയാന, പനാമ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൊളംബിയയിലെത്തിയത്. കൊളംബിയയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനോടുള്ള കൊളംബിയയുടെ അനുശോചന പ്രസ്താവനയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അതൃപ്തി പ്രകടിപ്പിച്ചു. ഭീകരതയുടെ ഇരകളോട് നിങ്ങൾ സഹതപിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം പാകിസ്ഥാനെ അനുശോചിച്ചതിൽ തങ്ങൾക്ക് നിരാശയുണ്ട് എന്ന് ശശി തരൂർ കൊളംബിയയ്ക്ക് മുന്നിൽ തുറന്നടിച്ചു. പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ പടർന്നിട്ടുണ്ട് എങ്കിൽ അവ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറ്റണം. ഒടുവിലിത പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനമറിയിച്ച കൊളംബിയ തങ്ങളുടെ നിലപാട് മാറ്റി എന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരന്മാരാണെന്നും ഇതിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് എന്നും കൊളംബിയയിലെത്തിയ ശശി തരൂർ തുറന്നടിച്ചിരുന്നു. ഇന്ത്യ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് വിനിയോഗിച്ചത്. പ്രസ്തുത സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ശശി തരൂർ തുടക്കത്തിലെ പറഞ്ഞു. നിരവധി ഭീകരാക്രമണങ്ങളെ അതിജീവിച്ച രാജ്യമാണ് കൊളംബിയ.
അതുപോലെ ഇന്ത്യയും പതിറ്റാണ്ടുകളായി ഭീകരാക്രമണങ്ങളെ അതിജീവിച്ച രാജ്യം. 4 പതിറ്റാണ്ടുകളായി ഭീകരാക്രമണങ്ങളിൽ നിന്നും ഇന്ത്യ അതിജീവിക്കുകയാണ് എന്ന് കൊളംബിയയെ ശശി തരൂർ ഓർമ്മപ്പെടുത്തി. പ്രതിരോധമെന്നത് ഏറ്റവും മാന്യമായ വാക്കാണ്. പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളിൽ പലതും പ്രതിരോധത്തിന് വേണ്ടിയല്ല, ആക്രമണത്തിന് വേണ്ടിയുള്ളതാണ്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളോടാണ് തങ്ങൾക്ക് എതിർപ്പുള്ളത്. തീവ്രവാദത്തെ നേരിടാനുള്ള ഇന്ത്യയുടെ ശക്തമായ നിശ്ചയദാർഢ്യമാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. അതിന് നിങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് വേണമെന്നാണ് ശശി തരൂർ കൊളംബിയയോട് പറഞ്ഞത്. അസാധാരണമായ കാഴ്ചപ്പാട് തന്നെയാണ് ശശി തരൂരിൻ്റെ നയതന്ത്ര ഇടപെടലുകളിൽ നമ്മൾ കാണുന്നത്. പനാമയിലെത്തിയ ശശി തരൂർ തുറന്നടിച്ചു. ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിള് കാട്ടിക്കൊടുക്കുന്ന കാലഘട്ടമല്ല ഇന്ന് ഇന്ത്യയുടേത്. ഒരു കവിളത്തടി കിട്ടിയാൽ ഞങ്ങൾ മറ്റേ കവിൾ തിരിക്കില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. പകരം അക്രമിയുടെ നേർക്ക് ഞങ്ങളുടെ ആയുധങ്ങൾ ചെല്ലും. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് തന്നെയാണ് ആദ്യം പനാമയിലും പിന്നീട് കൊളംബിയയിലുമൊക്കെ ശശി തരൂർ ആവർത്തിച്ചത്. ഭയമില്ലാതെ ജീവിക്കുക എന്ന പുതിയ കാലഘട്ടത്തിലാണ് ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ പഠിപ്പിക്കലുകളെ അദ്ദേഹം പനാമയിൽ ഓർമ്മപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളിൽ തൻ്റെ ധീരമായ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഞങ്ങളെ പഠിപ്പിച്ചത് നമ്മുടെ അവകാശങ്ങൾക്കായി എപ്പോഴും നിലകൊള്ളാനാണ്. നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കായി എപ്പോഴും തത്വത്തിൽ നിലകൊള്ളണം, ഭയമില്ലാതെ ജീവിക്കണം. ലോകം ഭീകരരെന്ന് വിളിക്കുന്ന ദുഷ്ട മനുഷ്യരുടെ ആക്രമണങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ പോരാടേണ്ടത്. ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒന്നല്ല ഭീകരപ്രവർത്തനം. ഇത് സംഭവിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഭൂമി പോലും മറുകെട്ട് കാണില്ല. ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ശശി തരൂർ തീർത്തു പറയുന്നു. ഭീകര ആസ്ഥാനത്ത് ഞങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങൾ ചില ജീവനുകൾ അപഹരിച്ചു. തീർച്ചയായും ഒരു ശവസംസ്കാര ചടങ്ങ് അവിടെ നടത്തേണ്ടിയും വന്നു. ആ ശവസംസ്കാര ചടങ്ങിൽ വളരെ പ്രമുഖരായ ചിലരുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ സമിതി പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾ ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പാകിസ്ഥാൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഭീഷണി നേരിടുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള യൂണിഫോമിട്ട ആളുകളും നിയുക്ത തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾ ലോകത്തിന് മുന്നിൽ വെച്ചത്. പാകിസ്ഥാനെ തുറന്നുകാട്ടുന്നതിൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുന്നു. തീവ്രവാദത്തിനെതിരായ തങ്ങളുടെ സീറോ ടോളറൻസ് തന്നെയാണ് ശശി തരൂർ കൊളംബിയയുടെ മണ്ണിൽ പ്രകടിപ്പിച്ചത്. ആഗോള ശ്രമം ഇന്ത്യക്ക് വൻ നേട്ടമായി മാറുന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് കൊളംബിയയിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. അതിൻ്റെ തുടർ ചലനങ്ങൾ US-ലുമുണ്ടാകുമെന്ന് വ്യക്തം. ഭീകരാക്രമണങ്ങളിലെ ഇരകളോട് അനുശോചനം പ്രകടിപ്പിക്കുന്നതിന് പകരം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചനം പ്രകടിപ്പിച്ച കൊളംബിയയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഒടുവിൽ ഇന്ത്യ പൊളിച്ചെറിഞ്ഞത്. കൊളംബിയയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയും, ഭീകരരെ അയക്കുന്നതും അവരെ ചെറുക്കുന്നവരും തമ്മിൽ ഒരു തുല്യതയും ഉണ്ടാകില്ല. ആക്രമിക്കുന്നവരും പ്രതിരോധിക്കുന്നവരും തമ്മിലും ഒരു തുല്യതയും ഉണ്ടാകില്ല. ഗയാന, പനാമ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൊളംബിയയിലും വലിയ വിജയമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര വിജയം. ഒപ്പം കേരളത്തിൻ്റെ ശശി തരൂർ അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.